ആ വണ്ടി ഓടിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ KSRTCയുടെ ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുടുംബസമേതം ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എൻ്റെ സഹോദരനും സഹോദരൻ്റെ വൈഫും മറ്റൊരു വല്യമ്മയുടെ മകനും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലെ കാറിൽ സ്വകാര്യ വാഹനത്തിൽ പ്ലാമൂട് നിന്നും PMGയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നത് പ്ലാമൂടിൽ നിന്ന് നമ്മൾ PMGയിലേക്ക് കയറുന്ന വൺ വേയിലേക്ക് കാറ് കയറുമ്പോൾ ഇടത്തെ വശത്തേക്കൊരു KSRTC ബസ് തട്ടാൻ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഒരേ സമയം പുറകിലെ ഗ്ലാസ്സിലേക്ക് വണ്ടി തട്ടാൻ വന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് മുന്നിലേക്ക് ആക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ KSRTCയുടെ ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളതിൽ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥത ഞങ്ങൾ അവിടെ അദ്ദേഹത്തിനോട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് നിയമപരമായി അതിനെ നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തുടർന്ന് അദ്ദേഹം വലത്തേ വശത്തോടുകൂടി തന്നെ വളരെ വേഗതയിൽ സൂപ്പർഫാസ്റ്റ് വാഹനമാണ്, വളരെ വേഗതയിൽ അദ്ദേഹം വാഹനം മുന്നിലേക്ക് എടുത്തു. തൊട്ടു മുന്നിലുണ്ടായിരുന്ന രണ്ട് വാഹനങ്ങളിലും ഞങ്ങളുടെ വാഹനത്തെ തട്ടാൻ പോകുന്നത് പോലെ അദ്ദേഹം വളരെ ക്ലോസായി തന്നെ അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം PMGയിൽ എത്തിയതിനു ശേഷം നിയമസഭയുടെ മുന്നിലൂടെ കല്യാൺ സിൽക്സിന്റെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് പാളയം വഴി പാളയം സാബല്യം കോംപ്ലക്സിന്റെ അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സിഗ്നലുകൾ ഓഫ് ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെയൊന്നും നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സാബല്യം കോംപ്ലക്സിന് മുന്നിലുണ്ടായിരുന്ന സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. എല്ലാ വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനവും ഞങ്ങൾ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട് ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസായിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി.